ഹലോ, ഒട്ടുമിക്ക വീടുകളിൽ ഇപ്പോൾ കടച്ചക്ക ഉണ്ടല്ലോ. കടച്ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ കൈ കിട്ടുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കുക, എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് കറി വയ്ക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉപ്പേരി കാച്ചിലാണ് കൂടുതൽ പേരും ചെയ്യാറ്. പക്ഷെ നമുക്കിന്നൊരു ചാറ് കറി വയ്ക്കാം. അത് നാളികേരമൊക്കെ വറുത്തരച്ച് നല്ല ചിക്കൻ കറി പോലെ നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാട്ടോ. അപ്പോൾ അതേ കടച്ചക്ക അതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ വേവിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും മാത്രം ആക്കിയിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം വറുത്തെടുക്കാം. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നാളികേരം വറുക്കാനായിട്ട് കുറച്ച് 2-3 വെളുത്തുള്ളിയും ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടതാട്ടോ. പിന്നെ പെരിഞ്ചീരകം, പിന്നെ ഇത് നാളികേരകൊത്താട്ടോ, വേറെ ഒന്നല്ല. ഇത്രയും സംഭവങ്ങൾ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ നാളികേരം വറക്കാട്ടോ. ഇത് നല്ല മുരിഞ്ഞൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുതേ. പിന്നെ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് പൊക്കോളും. മസാല കറിയാണല്ലോ. അപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട് നമ്മൾ നാളികേരം വറുത്തിട്ട്. ഈ ഒരു കളറാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണാട്ടോ, അത് കാരണം ഒരു 3 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മഞ്ഞളിട്ടിട്ടാണല്ലോ കഷ്ണം നമ്മൾ വേവിച്ചേക്കണത്. അപ്പോൾ ആ കഷ്ണത്തിൽ മഞ്ഞളിടാണ്ട് വേവിക്കുന്നതെന്ന് വെച്ചാൽ നാളികേരം വറുക്കുമ്പോൾ നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കഷ്ണത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട കാരണം നാളികേരം വറുക്കുന്നതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി എരിവിന് നമ്മൾ പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കണമെങ്കിൽ, അല്ലെങ്കിൽ കരി കിട്ടാം. ഇനി ഇത് ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് നന്നായി മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമുക്ക് അടുത്ത ചീനച്ചട്ടിയിലേക്ക് ഒരു ചെറിയ സബോളയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക, വലുതാണെന്നുണ്ടെങ്കിൽ 1 മതി. അതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും പച്ചമുളകും വേപ്പിലയും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ കടച്ചക്കേൻ്റെ കഷ്ണമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം ഈ ഒരു കളറാകുമ്പോൾ കണ്ട നല്ലൊരു നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ കളറിന് വേണമെങ്കിൽ നമുക്ക് ഒരു തുണ്ട് കാശ്മീരി ചില്ലി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വീണ്ടും നമ്മളൊരു നുള്ള് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ച നാളികേരം ചൂടാറിയപ്പോൾ ഞാൻ നന്നായി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ച് വെച്ചതാട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല കട്ടിയായിട്ടല്ലേ നമ്മുടെ ഗ്രേവി ഇരിക്കണേ. അപ്പോൾ കഷ്ണം ഇടുമ്പോൾ ഒട്ടും തന്നെ ചാറ് തോന്നില്ല. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കടച്ചക്കയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, നമ്മൾ വെള്ളം ഒഴിച്ചാൽ ബാക്കി. അപ്പം അതും കൂടി നോക്കിയിട്ട് പിന്നെ എന്തോരം കട്ടി വേണം എന്തോരം ലൂസ് വേണം എന്നൊക്കെ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ട ചിക്കൻ കറിയൊക്കെ പോലെ ചിക്കൻ കറിയൊന്നും ഇല്ലാണ്ടാകുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് മസാല കറിയൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. കടച്ചക്ക എപ്പോഴും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ആ കടച്ചക്കയുടെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം അതിനെ മുടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണേ. കണ്ട നന്നായി തിളച്ച് ആ മസാലയൊക്കെ കടച്ചക്കയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നാളികേരം അങ്ങനെ വറുത്തരച്ച് വെക്കുന്ന മസാലക്കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ.
ഇപ്പോൾ കടച്ചക്കേനെ പല നാട്ടിലും പല പേരാട്ടോ പറയുക. ശീമച്ചക്ക, അങ്ങനെ കുറേ പേരുകളുണ്ട്. പിന്നെ ഇതേ നമ്മൾ ഗ്രേവിയിലേക്ക് ഉപ്പിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ കടച്ചക്കേനെ പറയാമെന്നൊന്ന് പറയാം. ആ പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. കണ്ട കഷ്ണത്തിലേക്ക് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ അതെ 2-3 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് കട്ടിയാവുകയും അതേപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കളറിലേക്ക് വരും കേട്ടോ. അപ്പം ഞങ്ങളുടെ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെയുള്ള കറിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് പിന്നെ വേറെ ഒന്നും വേണ്ട. ഒരു ഉണക്കമീൻ വറുത്തതെന്ന് വെച്ചാൽ പിന്നെ സൂപ്പറാട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.